ഈ മനുഷ്യരൊക്കെയും എത്ര വിദ്വേഷവും വർഗീയതയും ഒക്കെ പറയുമ്പോഴും അതിനപ്പുറത്ത് മനുഷ്യർ ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധങ്ങളുടെ ഒരു ഇടമുണ്ട്. അത് ആർക്കും മുറിക്കാനാവുന്നതല്ല. ചിലപ്പോഴൊക്കെ എല്ലാവരും ഈ നാടാകെ മാറിപ്പോയി എന്ന് വിശ്വസിക്കുമ്പോഴും ചില ബന്ധങ്ങൾക്കിടയിലെ സ്വാഭാവികതയാണ് നമ്മുടെ നാടിനെ വേറിട്ട് നിർത്തുന്നത്. ഇത് പറയാൻ കാരണം ഒരു കുറിപ്പാണ്, ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടിയാണ്. സിനിമാ സ്റ്റാർ മമ്മൂട്ടിയല്ല, എന്റെ സുഹൃത്തു കൂടിയായ മമ്മൂട്ടി അഞ്ചുകുന്ന് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. വയനാട് ദുരന്ത മേഖലയിലൊക്കെ വളരെ സജീവമായി ഇടപെട്ട മമ്മൂട്ടിയുടെ കുറിപ്പ് വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശമുണ്ടതിൽ. ഞാൻ ആ കുറിപ്പ് വായിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കാർ കഴിഞ്ഞൊരു ദിവസം ഫിർഷാദ് കൊണ്ടുപോയിരുന്നു. നല്ല വൃത്തിയായി വസ്ത്രം ധരിക്കുന്ന, മനോഹരമായി ചിരിക്കുന്നവൻ. കുറഞ്ഞ കാലയളവിൽ തന്നെ എന്നെ വിസ്മയിപ്പിച്ച ഒരുവനാണ് ഫിർഷാദ്. 6 മാസങ്ങളെ ആയിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം അവന് നഷ്ടപ്പെട്ടു. ആ പ്രതിസന്ധിയെല്ലാം അതിശയകരമായി ഒരു ചെറുപ്പക്കാരൻ മറികടക്കുന്നത് വിസ്മയത്തോടെ ഞാൻ അവനിലൂടെ അനുഭവിക്കുകയാണ്. തന്റെ ഭാഗമായിരുന്ന മനുഷ്യരില്ലാതാവുമ്പോൾ അവനും ഇല്ലാതാവുകയല്ല, പുതിയൊരാളായി തന്നെ മാറ്റി പണിയുകയാണ് അവനും അവനെ എന്ന പോലെ ആ നാട്ടിലെ മിക്കവരും. ഫിർഷാദ് കാറ് കൊണ്ടുവന്നതിന്റെ പിറ്റേ രാവിലെ കാറിന്റെ പിൻസീറ്റിൽ ഒരു പൊതി കണ്ടു. ഒരു കവറിൽ പൊതിഞ്ഞു വെച്ച പഴയ ഒരു വാച്ചും മൊബൈലും, ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു കഷ്ണവുമുണ്ട്. മറ്റൊരു കുഞ്ഞു കവറിൽ കെട്ടിവെച്ച കുറച്ച് ചില്ലറ പൈസയും. എല്ലാത്തിലും ചെളി കയറിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമെന്ന് കണ്ടാലറിയാം. കാറിൽ മറന്നുവെച്ചതാകും. അധികം നേരമായില്ല, അവന്റെ ഫോൺ വന്നു. എപ്പോൾ വിളിച്ചാലും ഞാൻ മിസ്റ്റർ ചിഞ്ചു എന്നേ പറയൂ എന്ന് പറഞ്ഞാണ് തുടങ്ങുക. ചിഞ്ചു എന്നാണ് അവനെ എല്ലാവരും വിളിക്കാറ്. മമ്മൂട്ടിക്ക് ആ കാറിൽ ഒരു കവറുണ്ട്, അത് കളഞ്ഞുപോലെ. ഞാൻ കണ്ടു, എന്താണ് സംഗതി? അത് ഫിറോസിന്റേതാണ്, ഞാൻ വന്നിട്ടെടുക്കാം. ഫിർഷാദിന്റെ ജ്യേഷ്ഠനായിരുന്നു ഫിറോസ്. ഇന്നവനില്ല. ഉരുൾ അവനെ എങ്ങോട്ടോ കൊണ്ടുപോയി. അവനെ മാത്രമല്ല, ഭാര്യയെയും 1 വയസ്സുള്ള അവന്റെ കുഞ്ഞിനെയും. ഫിറോസിന്റേതായി തിരിച്ചറിഞ്ഞ മയ്യത്ത് അന്ന് മേപ്പാടിക്കടുത്ത് നെല്ലിമുണ്ടയിൽ കബറടക്കി. അന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഫിർഷാദ് അവിടെ പോകും. ഖബറിനടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം പറയും. എത്രയോ നേരം കഥകൾ പറഞ്ഞിട്ടാണ് അവൻ പള്ളിക്കാട്ടിൽ നിന്നും മടങ്ങാറ്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ DNA പരിശോധനാ ഫലം വന്നപ്പോൾ ആ ഖബറിനുള്ളിൽ ഫിറോസ് അല്ല, മറ്റൊരാളായിരുന്നു, ചെറുതാക്ക. അയാളോട് ഒരുപാട് കഥകൾ പറഞ്ഞ് കേട്ടിട്ട് ഇവൻ എന്താണ് എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് ആ കാക്ക ആലോചിച്ച് കാണുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച അവനൊപ്പം ചിരിക്കാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഞാൻ അവരെ ചിരിപ്പിക്കുകയല്ല, അവർ എന്നെ ചിരിപ്പിക്കുകയാണിപ്പോൾ. ഫിറോസിന്റെ വാച്ചും മൊബൈലും എടുക്കാൻ രാവിലെ തന്നെ 40 കിലോമീറ്റർ ഇപ്പുറം അഞ്ചുകുന്നിലേക്ക് അവനെത്തി. ആ പൊതിയെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ, ഇതെന്താണ് ഇത്ര അർജന്റ്? വൈകുന്നേരം ഞാൻ സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ സ്വതസിദ്ധമായ ചിരി. ഫിറോസിന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇതവന് വേണം. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വന്നയുടൻ അവൻ എന്നോട് ബന്ധപ്പെട്ടു. അവനിപ്പോൾ തന്നെ ഞാനിത് കൊടുക്കട്ടെ. ഫിറോസിന്റെ ഓർമ്മയ്ക്കായി ഫിർഷാദ് അത് സൂക്ഷിച്ചില്ല. പെങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും കൊടുത്തില്ല. ഫിറോസിന്റെ ആ ആത്മസുഹൃത്തിന്റെ വോയിസ് അവൻ എനിക്ക് കേൾപ്പിച്ചു. ചിഞ്ചു, അതെനിക്ക് വേണം. നീ അത് കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യല്ലേ, എനിക്ക് അത് അതേപോലെ തന്നെ തരണം. തന്റെ പ്രിയ സുഹൃത്തിന്റെ മണ്ണിൽ കുതിർന്ന ശേഷിപ്പുകൾക്കായി കടൽ കടന്നെത്തി കാത്തിരിക്കുന്ന എനിക്കറിയാത്ത ഒരു ചെറുപ്പക്കാരൻ. എന്റെ കണ്ണും മനസ്സും നിറയ്ക്കാൻ അത് മതിയായിരുന്നു. എന്തൊരു മനുഷ്യരാണ്! ബന്ധങ്ങൾക്ക്, സൗഹൃദങ്ങൾക്ക്, ഓർമ്മകൾക്ക്, സിഗ്നേച്ചറുകൾക്ക് ചിലയിടങ്ങളിൽ എന്തൊരു മൂല്യമാണ്. ഞാൻ ഇല്ലാതായി പോകുന്നത് ഈ മനുഷ്യരുടെയൊക്കെ മുന്നിലാണ്. നിർവികാരതയോടെ നിൽക്കേണ്ടി വരുമ്പോഴെല്ലാം, മനുഷ്യബന്ധങ്ങളുടെ ഇത്തരം ആഴവും പരപ്പും കാണുമ്പോഴെല്ലാം അർഹിക്കാത്ത ഏതോ ഒരിടത്ത് ചെന്ന് പെട്ട പോലെ തോന്നും. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം ഞാൻ ചിഞ്ചുവിന് മെസ്സേജ് ചെയ്തു. അത് കൊടുത്തോ അന്ന് തന്നെ? മൂത്തപ്പയുടെ കയ്യിൽ കൊടുത്തയച്ചു. എന്തേ നേരിട്ട് കൊടുത്തില്ല? ഓനെ കാണാൻ ധൈര്യമില്ല, കണ്ടാൽ സീനാണ്. ഞാൻ അവന് ഡയൽ ചെയ്തു. ഒരു കൗതുകത്തിനായി ഫിറോസിന്റെ ആ സുഹൃത്തിന്റെ പേര് ചോദിച്ചു. തന്റെ സുഹൃത്തിന്റെ ആകെയുള്ള ശേഷിപ്പുകളെ മറവി എന്ന സൗഭാഗ്യതയോടെ പൊരുതാനുറച്ച് തനിക്ക് വേണമെന്ന് വാശി പിടിച്ചവനോടുള്ള ഒരു ആദരവിനു വേണ്ടി മാത്രം. അവന്റെ പേര് മനുപ്രസാദ്. ഞങ്ങൾ മറ്റൊന്നും പറയാതെ ഫോൺ വെച്ചു. ഇതാണ് ആ കുറിപ്പ്. ഇന്നത്തെ കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴും, ബന്ധങ്ങളെ വിശ്വസിക്കാനാവില്ലെന്ന് പറയുമ്പോഴും, ഇതിനിടയിലൊക്കെ ചില സ്വാഭാവിക മനുഷ്യർ ചേർന്നൊരുക്കുന്ന ചില മനോഹരമായ ബന്ധങ്ങളുണ്ട്. അത് മുറിക്കാനാവില്ല ആർക്കും, ഒന്നിനും. ജാതിക്കും മതത്തിനും
അകലത്തിനും ഒന്നും മുറിക്കാനാവാത്ത ആ ബന്ധത്തിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. ശ്വസിക്കുന്ന വായു പോലെ ആത്മാവിൽ അലിഞ്ഞു ചേരുന്ന ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ. ഫിറോസ് എന്നോ നഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ ശേഷിപ്പുകൾക്കായി, അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്ന മനുപ്രസാദ്. അവന്റെ മുന്നിൽ രക്തബന്ധങ്ങൾ പോലും തോറ്റുപോകും. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് രക്തബന്ധങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മടുപ്പിന്റെ കാലത്ത് ചില സ്നേഹബന്ധങ്ങൾക്ക് അതിനപ്പുറത്തെ ആഴവും അർത്ഥവുമുണ്ട്. മമ്മൂട്ടി അഞ്ചുകുന്നിന്റെ ഈ കുറിപ്പ് ഏറെ ഹൃദ്യമാണ്, ആലോചനാമൃതമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായി പങ്കുവച്ചത്.